നോക്കൂ, നമ്മുടെ പുരാണങ്ങളിലൊക്കെ ഓരോരുത്തർക്കും ഓരോ പേരല്ല ഉണ്ടാവുക. സാധാരണ പല കാരണങ്ങളെ കൊണ്ട് ഓരോ ആളുകൾക്കും ഒരുപാട് പേരുകൾ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഉദാഹരണത്തിന് കൃഷ്ണൻ എന്നത് കൃഷ്ണന്റെ കറുത്ത നിറമുള്ളവൻ എന്ന അർത്ഥം കൊണ്ട് വന്ന പേരാണ്. വസുദേവരുടെ പുത്രനായതുകൊണ്ടാണ് വാസുദേവൻ എന്ന പേര് വന്നത്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളെ കൊണ്ട് ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ടായിരിക്കും. പാഞ്ചാലിയുടെ ശരിക്കുള്ള പേര് എത്ര പേർക്കറിയാം എന്ന് ചോദിച്ചാൽ ചിലർ പറയും ദ്രൗപദി എന്നാണെന്ന്. ദ്രൗപദി എന്ന പേര് വരാനും ഒരു കാരണമുണ്ട്. ദ്രുപദ രാജാവിന്റെ പുത്രി ആയതുകൊണ്ടാണ് ദ്രൗപദി എന്ന് പേര് വന്നത്. പാഞ്ചാലിയുടെ ശരിയായ പേര് കൃഷ്ണ എന്നാണ്. എല്ലാ പേര് വരാനും കാരണമുണ്ടെങ്കിലും അവളുടെ പേരായിട്ട് വന്നത് കൃഷ്ണ എന്നാണ്. അവൾ യജ്ഞത്തിൽ നിന്ന് ജനിച്ചു. അതായത് ഈ ദ്രുപദ മഹാരാജാവിന് ആദ്യം നമ്മൾ പറഞ്ഞുവല്ലോ ശിഖണ്ഡിനി എന്ന പുത്രി ഉണ്ടായി എന്ന്. പിന്നീട് തനിക്ക് ആൺമക്കളില്ല എന്ന വിഷമം കൊണ്ട് ദ്രുപദ മഹാരാജാവ് ഒരു യജ്ഞം ചെയ്തു. ആ യജ്ഞത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ടായി. ആൺകുട്ടി എന്ന് പറയാൻ പറ്റില്ല, നല്ല യുദ്ധത്തിനൊക്കെ പ്രാപ്തിയായ പ്രായമായ ആയുധങ്ങളോടും കവചങ്ങളോടും കൂടി ജനിച്ച ധൃഷ്ടദ്യുമ്നൻ. പെൺകുട്ടിക്ക് അദ്ദേഹം കൃഷ്ണ എന്ന് പേരിട്ടു. കാരണം കറുത്ത നിറമുള്ളവളായിരുന്നു. കറുത്ത നിറം ഉള്ളവളായിരുന്നു എന്ന് മാത്രമല്ല, അത്രത്തോളം സുന്ദരിയുമായിരുന്നു. അതിസുന്ദരിയായ അവളെ കൃഷ്ണ എന്ന് പേരിട്ടു. അങ്ങനെ ഈ രണ്ടു മക്കള് ദ്രുപദ മഹാരാജാവിനുണ്ടായി. പറഞ്ഞു വന്നത്, ഈ ദ്രുപദ മഹാരാജാവിന്റെ പുത്രി ആയതുകൊണ്ട് ദ്രൗപദി എന്നും, പഞ്ചാല രാജാവിന്റെ പുത്രിയായിരുന്നത് കൊണ്ട് പാഞ്ചാലി എന്നും, ഈ കറുത്ത നിറമുള്ളവളായതുകൊണ്ട് കൃഷ്ണ എന്നും, യജ്ഞത്തിൽ നിന്ന് ഉത്ഭവിച്ചു എന്ന കാരണം കൊണ്ട് അഥവാ യജ്ഞാഗ്നിയിൽ നിന്നുണ്ടായി എന്ന കാരണം കൊണ്ട് യാജ്ഞസേനി അല്ലെങ്കിൽ യജ്ഞസേന എന്നൊരു പേരും, ഇങ്ങനെ പല പേരുകൾ ഓരോരുത്തർക്കും പുരാണങ്ങളിൽ ഉണ്ടാവാം. ഈ ധൃഷ്ടദ്യുമ്നൻ ഉണ്ടാവാനുള്ള കാരണം തന്നെ ദ്രോണാചാര്യരോട് പകരം വീട്ടാൻ തനിക്കൊരു മകൻ വേണം, അഥവാ ദ്രോണാചാര്യരെ വധിക്കാൻ തനിക്കൊരു മകൻ വേണം എന്ന ആഗ്രഹമായിരുന്നു ദ്രുപദ മഹാരാജാവിന്. അതിന് മറ്റൊരു കഥയുണ്ട് അതിന്റെ പുറകില്. ദ്രോണാചാര്യരും ഈ ദ്രുപദ മഹാരാജാവും കുട്ടിക്കാലത്ത് ദ്രോണനും ദ്രുപദനും ഇവർ രണ്ടുപേരും ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുലവാസം അനുഷ്ഠിച്ചുകൊണ്ട് വിദ്യ അഭ്യസിക്കുന്ന കാലമായിരുന്നു. രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു, കട്ട കമ്പനിയായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ അവർ വലിയ ഫ്രണ്ട്സ് ആയിരുന്നു രണ്ടുപേരും. എന്തെന്നില്ലാത്ത ആത്മബന്ധമായിരുന്നു രണ്ടുപേരും തമ്മിൽ. ഈ ദ്രോണരുടെ കുടുംബത്തിൽ അദ്ദേഹം ബ്രാഹ്മണനാണ്. ദ്രോണർക്ക് സാമ്പത്തികമായിട്ട് അത്ര കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ദ്രോണർക്ക് എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് തന്റെ കൂട്ടുകാരനായ ദ്രുപദനും അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് അങ്ങനെ അവിടെ കുറെ കാലം ജീവിച്ചു. ഈ ദ്രുപദൻ അക്കാലത്ത് ദ്രോണനോട് പറഞ്ഞു, ഞാൻ രാജാവായാൽ, ഇപ്പൊ ഞാൻ രാജകുമാരനാണ്, ഞാൻ രാജാവായാൽ എന്റെ രാജ്യത്തിന്റെ പകുതി ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞു ദ്രോണനോട്. ദ്രോണന് വലിയ പ്രതീക്ഷയായി. അങ്ങനെ ഈ ഗുരുകുലവാസം വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ചുപോയി. ദ്രുപദൻ യഥാകാലം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു. ദ്രുപദൻ രാജാവായി എന്നറിഞ്ഞപ്പോൾ ഒരിക്കൽ ദ്രോണൻ അവിടെ ചെന്ന്, പണ്ട് നീ ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് പകുതി രാജ്യമൊന്നുമില്ലെങ്കിൽ എനിക്ക് വേണ്ട സഹായം എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം, സാമ്പത്തികമായിട്ട് വളരെ കഷ്ടത്തിലാണ് കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ അന്നത്തെ അഹങ്കാരം കൊണ്ട് ദ്രുപദൻ ദ്രോണനെ പരമാവധി കളിയാക്കി വിട്ടു. നീ ഒരു ബ്രാഹ്മണനാണ്, ഒരു സാധുവാണ്, ഞാൻ അന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ച് രാജാവായിട്ടുള്ള എന്നെ എന്റെ നിലയും വിലയൊക്കെ മറന്നുകൊണ്ട് വന്ന് നീ എന്നൊക്കെ വിളിച്ച് ഒരു പഴയ സുഹൃത്ത് ബന്ധം ഉറപ്പിക്കാൻ വന്നതാണോ? ഒന്നും തരാൻ ഭാവമല്ല, ഇറങ്ങി പോകാൻ പറഞ്ഞു. അങ്ങനെ എന്തെന്നില്ലാത്ത അപമാനവും പേറിക്കൊണ്ട് ഈ ദ്രോണാചാര്യര് തിരിച്ച് തന്റെ ഗൃഹത്തിലേക്ക് പോയി. പക്ഷെ കാലത്തിന്റെ ഒരു കളി നോക്കൂ. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ പാണ്ഡവരുടെയും പൗരവരുടെയും ഒക്കെ അധ്യാപകനായിക്കൊണ്ട് അഥവാ ആയുധവിദ്യയിലെ ആചാര്യനായിക്കൊണ്ട് ദ്രോണാചാര്യര് ഹസ്തിനപുരത്തിൽ നിയോഗിക്കപ്പെട്ടു. ഈ പാണ്ഡവരെയും കൗരവരെയൊക്കെ ആയുധവിദ്യ പഠിപ്പിച്ച അവരുടെ ഗുരുനാഥനാണ് ഈ ദ്രോണാചാര്യര്. എല്ലാ വിദ്യകളും അഭ്യസിച്ചു കഴിഞ്ഞപ്പോൾ ഗുരുനാഥനായിട്ടുള്ള ദ്രോണാചാര്യർക്ക് ഞങ്ങൾ എന്ത് ഗുരുദക്ഷിണയാണ് തരേണ്ടതെന്ന് പാണ്ഡവർ ചോദിച്ചു. പാണ്ഡവർ അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദ്രോണാചാര്യർ പറഞ്ഞു, ഞാനൊരു കാര്യം പറയാം, അതുപോലെ ചെയ്യണം. ശരി, ചെയ്യാം. ആ ദ്രുപദനെ പോയി തോൽപ്പിച്ച് അദ്ദേഹത്തെ കെട്ടിയിട്ട് ബന്ധനസ്ഥനാക്കിക്കൊണ്ട് എന്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവന്നിട്ടാൻ പറഞ്ഞു. അർജുനൻ ഒരു സംശയം ഉണ്ടായില്ല. നേരെ ചെന്ന് ഒറ്റയ്ക്ക് പഞ്ചാല രാജാവിന്റെ സകല സൈന്യത്തിനെയും തോൽപ്പിച്ച് ദ്രുപദനെ ബന്ധനസ്ഥനാക്കി ഗുരുനാഥന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ടു. അങ്ങനെ ദ്രുപദനെ കെട്ടിയിട്ടുകൊണ്ട് ബന്ധനസ്ഥനാക്കിക്കൊണ്ട് തന്റെ കാൽക്കീഴിൽ കൊണ്ടുവന്നിട്ടപ്പോ അർജുനനെ ഒരുപാട് അനുഗ്രഹിച്ചു ദ്രോണാചാര്യർ. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. പക്ഷെ വിട്ടയച്ചോളാൻ പറഞ്ഞു. എന്തെന്നില്ലാത്ത പകയായി ദ്രുപദന് ദ്രോണരോട്. എങ്ങനെയും ഇദ്ദേഹത്തെ വധിച്ചേ പറ്റൂ എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഈ ദ്രോണാചാര്യർക്ക് ആ ദ്രുപദ മഹാരാജാവിനോട് എന്തെന്നില്ലാത്ത പക തന്റെ ഉള്ളിൽ വന്നത്. അങ്ങനെ ഈ ദ്രോണരെ വധിക്കാൻ ഒരു പുത്രൻ വേണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഈ ധൃഷ്ടദ്യുമ്നൻ ജനിച്ചത്. പക്ഷെ മറ്റൊരു രസകരമായ വസ്തുത ആലോചിച്ച് നോക്കൂ. തന്നെ ബന്ധിച്ചു കൊണ്ടുവന്ന ആളാണ് അർജുനൻ.
ആ അർജുനനോട് ദ്രുപദന് ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അർജുനന്റെ യുദ്ധപാടവം കണ്ട് എന്തെന്നില്ലാത്ത ബഹുമാനം തോന്നി. ആ അർജുനനാണ് തന്റെ പുത്രിയായ കൃഷ്ണയെ, ദ്രൗപദിയെ വിവാഹം ചെയ്തു കൊടുത്തത്. അതൊരു രാഷ്ട്രതന്ത്രം കൂടിയാണ്. കാരണം അത്രയും ശക്തനായ ഒരാളെ ശത്രുവാക്കി നിർത്തല്ല വേണ്ടത്, തന്റെ ബന്ധുവാക്കി നിർത്തണം എന്ന ആ ഒരു ഐഡിയയാണ് അവിടെ ദ്രുപദൻ പ്രയോഗിച്ചത്. അപ്പൊ പറഞ്ഞു വന്നത്, ദ്രുപദ രാജാവിന്റെ പുത്രി ആയതുകൊണ്ടാണ് ദ്രൗപദി എന്ന് പേര് വന്നത്. പഞ്ചാല രാജാവിന്റെ പുത്രി എന്ന നിലയ്ക്ക് പാഞ്ചാലി എന്നും പേര് വന്നു. ഇതുപോലെ നമ്മുടെ പുരാണങ്ങളിലെ ഓരോ പേരുകളും എന്ത് കാരണം കൊണ്ട് വന്നു, ഓരോരുത്തർക്കും ഏതൊക്കെ വേറെ പേരുകളുണ്ട് എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എത്ര പേർക്ക് അറിയാം എന്നുള്ളത് കമൻ്റായിട്ട് ഒന്ന് രേഖപ്പെടുത്തു. താല്പര്യമുള്ളവർക്ക് ഇനിയും ഇത്തരത്തിലുള്ള രസകരമായ വസ്തുതകൾ കേൾക്കാനുള്ള അവസരമുണ്ടാവട്ടെ.